തമിഴ്നാട്ടിൽ എവിടെ പോയി കഴിച്ചാലും ബിരിയാണിയുടെ കൂട്ടത്തിൽ ഒരു കത്തിരിക്കയുടെ മസാല കൊടുക്കും. അതിന് എണ്ണ കത്തിരിക്ക എന്നാണ് പറയുക. ഇന്ന് നമ്മളുടെ റെസിപ്പി എണ്ണ കത്തിരിക്ക. ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം അതിനകത്ത് പച്ചമല്ലി, ചെറിയ ജീരകം, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ നമുക്ക് കസ്കസും ഉലുവയായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചെറുള്ളി, പീനട്ട്, കാശ്മീരി ചില്ലി, തേങ്ങ. ഇത് റോസ്റ്റ് ആക്കിയിട്ട് തണുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണം. എന്നാലേ ഗ്രേവി നമുക്ക് സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നല്ല ചൂടായതിനു ശേഷം നമുക്ക് 1/4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുവാണെങ്കിൽ ഒരു 75% കത്തിരിക്ക കുക്കാവും. പിന്നെ സെയിം ഓയിലിൽ തന്നെ കടുക്, ഉലുവ, ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ അതിനുശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും. ഇതൊക്കെ ഹോളായിട്ട് കിടക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആവശ്യത്തിന് ഉപ്പിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കണം. ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ശകലം കൂടുതൽ വേണം. പിന്നെ ഒരു തക്കാളി ഫൈൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം. ഇതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇടാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയാണ് അതിനകത്ത് ഒരു അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. നമുക്ക് 2 ബാച്ചായിട്ട് ചെയ്യാം. ആദ്യം ഒരു 5 മിനിറ്റ്സ് അടച്ച് വയ്ക്കാം. പിന്നെ അതിനുശേഷം ഒരു 10 മിനിറ്റ്. സോൾട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ സോൾട്ട് ഇടാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ എണ്ണ കത്തിരിക്ക റെഡി. And always remember this, everybody can cook and everybody has to cook.